ഹംപി ചരിത്രങ്ങളാൽ വിസ്മയം തീർത്തൊരു നഗരം. ഇവിടുത്തെ ഓരോ കല്ലുകൾക്കുമുണ്ട് ഒരു ചരിത്രം പറയുവാൻ. ഹംപി യാത്രയുടെ ആദ്യത്തെ പാർട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിനെ തൊട്ടറിയാൻ വരൂ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അതിനു മുന്നേ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുകയാണ് കേട്ടോ. ഓക്കെ, ബാക്കി ഹംപിയിലെ കാഴ്ചകൾ കേട്ടോ. This is Raga Temple. ഓക്കെ, ലൈക്ക് ഇത്ര ടൂറിസ്റ്റ് വരുന്നതാണ്, പക്ഷെ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലും പണിയാനുള്ള കാശ് ഇതിൻ്റെ അടുത്തില്ലേ? അതോ ഇത് നോർമലി ഇതാക്കി വെക്കാനുള്ളതാണ്? ഇതുണ്ടോ, കല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കും. ഓക്കെ, ദിസ് ഇസ് രാഗ ടെമ്പിൾ. വെരി നൈസ്. ഇവിടെ ഇപ്പോൾ ഇത് മൂർത്തിയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, എന്തായാലും ഇത് ശ്രീകോവിലാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ അകത്ത് കയറുന്നില്ല കേട്ടോ. എന്ത് ഡിസ്ട്രോയിഡ് ആണെങ്കിലും അത് അവിടെ പീഠമൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ പീഠം കാണാം. എന്തായാലും നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ, സോ അതിനകത്ത് ഞാൻ കയറുന്നില്ല കേട്ടോ. ഓക്കെ, ഇതാണിപ്പോൾ രാഗ ടെമ്പിള്. എല്ലാം കല്ലാണ് കേട്ടോ, കല്ലാണ്, ഫുള്ള് കല്ല്. മേ ബി ഇതൊക്കെ സിമെന്റ്സ് ആണ്. മറ്റേ ഇത് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിമെന്റ് ഉപയോഗിച്ചായിരിക്കാം. ഓക്കെ, ഹനുമാനാണ്. അക്കാ പുറകടേന സൈക്കിൾ ഫ്രണ്ട്. അത് ഓക്കെ, വി ആർ ഗോയിങ്. ഓക്കെ, ഒരു പഴയ കിണറാണ്. കിണറല്ല, കുളം, നീരാട്ട് കുളം എന്നൊക്കെ പറയില്ലേ. അതിനകത്ത് പോകാൻ പറ്റില്ല കേട്ടോ, റെസ്ട്രിക്റ്റഡ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു. ഓക്കെ, സ്റ്റെപ്സ് ഒരു അവിടെ ഒന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഇതാ ഈ കൊട്ടാരത്തിൻ്റെ മറ്റേ കല്ല് വാതിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഡിസ്കാർഡാണ്. അത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ്. ഓക്കെ, ദിസ് ഈസ് മഹാനവി ദിബ്ബ. ആക്ച്വലി അന്നദാനമൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ദസറ ദിബായിസ്. ഓക്കെ, ദിസ് ഈസ് മഹാനവമി ദിബ്ബ. പുള്ളി ആർക്കിടെക്റ്റ് ആണ് കേട്ടോ. പുള്ളി പറഞ്ഞ നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ എടുക്കാണ്. ഇതാണ് ഫുള്ളായിട്ടുള്ളത്. മോളം നോക്കാം. ഇവിടെ എന്നാ ഫുള്ള് ഹംപി കാണാം. അതാണ് വിരൂപാക്ഷ ടെമ്പിൾ. നല്ല കാറ്റുണ്ട്. ഫുൾ ഗൈസ്, ഇതൊരു അണ്ടർഗ്രൗണ്ട് ചേംബർ ആണ് കേട്ടോ. സീക്രട്ട് ചേംബർ എന്ന് പറയുന്നുണ്ട് ഇത്. ഓക്കെ, ഇതാണ് ഇതിന്റെ വേഗ. ഇറങ്ങി നോക്കാം. അയ്യോ, എന്റെ കണ്ണ് പൊള്ളി ഇരുട്ടായല്ലോ. ലൈറ്റ് കിട്ടൂല ഇവർക്ക്. ഓക്കെ, ഇങ്ങനൊരു അല്ല പാമ്പും താഴെ ഉണ്ടെങ്കിൽ അറിയത്തില്ല. ഓ
ഓക്കെ, നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ എത്തിച്ച്. ഒരു 10 അടി താഴെ ഉണ്ടാവും കേട്ടോ. 10 ഒരു 7-8. ഇതൊന്നും കാണുന്നില്ലല്ലോ ഫ്ലാഷ് അവിടെ. കാശ് ഇത് നോക്ക്, ഫ്ലാഷ് പോലും അടിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്ര ഇരുട്ട്. ഒന്നും കാണുന്നില്ല. ഓ മൈ ഗാഡ്. വഴി ഓർമ്മ വേണം. അഡ്വഞ്ചർ ഇതാണ് ഗൈസ്, അഡ്വഞ്ചർ. ആഹാ, അത് കൊള്ളാലോ. ഇതില് പോയിട്ട് ഇതില് തിരിച്ചു വന്നു കേട്ടോ. ഓക്കേ, കൊള്ളാം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ അണ്ടർഗ്രൗണ്ട് ചേമ്പർ ഹിഡൻ പ്ലേസ്. ഓക്കെ, ആണ് രാജാവിന്റെ ഡാൻസ് ഹാള് കേട്ടോ. നമുക്ക് കയറി ഒരു ഡാൻസ് കളിച്ചാലോ? ഓക്കെ, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഹംപി വരണം കേട്ടോ. അതായത് പീസ്ഫുൾ ആണ്. ഹംപി ഈസ് വെരി പീസ്ഫുൾ കേട്ടോ. പീസ്ഫുൾ ആയിട്ട് ഒരു 2-3 ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇതാണ് ക്യൂൻസ് പാത്ത്. ആക്ച്വലി ഇവിടെ ട്രൈപോഡ് യൂസ് ചെയ്യാനും ക്യാമറ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. നമ്മള് സ്റ്റാൻഡ് സെൽഫി സ്റ്റിക്കായിട്ട് വേണേൽ എൻ്റെ അടുത്ത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു, പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. ആക്ച്വലി നമ്മൾ ക്യാമറ സ്റ്റാൻഡ്സ് ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. സ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് റാണിയൊക്കെ വന്ന് കുളിക്കുന്ന സ്ഥലം, റാണീസ് ബാത്ത്. ഇതാണ് തോന്നുന്നു കുളം കേട്ടോ. ഇപ്പൊ വെള്ളമൊന്നുമില്ല. ഇതിലൂടെ ആയിരിക്കാം വെള്ളം പോകുന്നത്. ഓക്കെ ഗായ്സ്, ഇതാണ് അസ്ര രാമചന്ദ്ര ടെമ്പിൾ. ഐ തിങ്ക് കൃഷ്ണ ടെമ്പിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓ കണ്ടോ, അത് വിഗ്രഹങ്ങളുടെ മുഖമൊക്കെ ഇടിച്ച് തകർത്തിരിക്കുകയാണ്. എന്തല്ലേ തകർക്കുന്ന കയറുന്ന. ഓ വാ, ലിറ്ററലി ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, നല്ല കൊത്തുപണികളാണ് കേട്ടോ. മാർബിളാണ്, ഒറിജിനൽ മാർബിളാണ്. അങ്ങനത്തെ കുറേ 4 പില്ലറുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ക്ലോസ്ഡ് ആണ്. ഓക്കെ,
എന്താണ് ഗജ്ജല മണ്ഡപം. ഗജ്ജല മണ്ഡപം കേട്ടോ. ആക്ച്വലി അതാണ് എൻട്രൻസ് കേട്ടോ. ലൈക്ക് ഇവിടെ നിന്നൊരു 800 മീറ്റർ ഉണ്ട്. സോ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത്ര ഇലക്ട്രിക് വണ്ടി കേട്ടോ 30 രൂപ എങ്ങാണ്ടാണ് ചാർജ് ചെയ്യുന്നത് 800 മീറ്ററിന് കേട്ടോ, ഒരാൾക്ക് പെർ ഹെഡ്. സോ അതിൻ്റെ ആവശ്യമില്ല, നടന്നു പോയാലേ സൂപ്പറാണ്. നമുക്കിത് ഇങ്ങനത്തെ ഉള്ള കാഴ്ചയൊക്കെ മിസ്സാവും അതിൽ പോയാൽ കേട്ടോ. സോ നമുക്ക് കുറച്ച് നടക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദിസ് ഈസ് ദ മണ്ഡപം. ഓക്കെ, നമ്മളിപ്പോ വിത്തല ടെമ്പിളിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം വിത്തല ടെമ്പിൾ എങ്ങനെയുണ്ടെന്ന്. അവിടെ എത്തിയിട്ട് ഒരു വിത്തല ടെമ്പിളിനകത്തൊരു സ്റ്റാച്ചു ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്നാലും ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങളത് കണ്ടുപിടിക്കണം കേട്ടോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. ഇവിടെ കുറെ പില്ലേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് ഈ പില്ലർ വെച്ചിരിക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല. മേ ബി ന്യൂ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഒരുപാട് അധികം ഉണ്ട്. ഇവിടെയുണ്ട് കേട്ടോ പില്ലേഴ്സ്. ഓക്കെ, ഇതാണ് ഗൈസ് പുഷ്കരണി കേട്ടോ. പുഷ്കരണിയാണ് 16-ാം നൂറ്റാണ്ടിലെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. 16-ാം നൂറ്റാണ്ടിലെ. ഓക്കെ, എൻട്രി ഇല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. ദിസ് ഈസ് പുഷ്കർണി. ഓക്കെ, അപ്പോൾ ഇതാണ് വിത്തല ടെമ്പിൾ കേട്ടോ. വിത്തല ടെമ്പിളിന്റെ എൻട്രൻസ് ആണ്. വിത്തല ബസാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് വരുമ്പോൾ കാണാം. നമുക്ക് ആദ്യം ഒന്ന് വിത്തല ടെമ്പിളിനകത്ത് കയറാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വിത്തല ടെമ്പിളിന്റെ ആക്കം. ഓക്കെ, ഇതൊരു മണ്ഡപമാണ്. ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ, അത് നിങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണേ. നമുക്കിതിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം.
ദിസ് ഈസ് വിറ്റ്ല ടെമ്പിൾ ഇൻസൈഡ് കേട്ടോ. ഇതെല്ലാം കാണണം, നല്ല കൊത്തുപണിയുണ്ട്. ഇതൊക്കെ അതിൻ്റെ അടുത്തുള്ള മണ്ഡപങ്ങളാണ്. ഈ ആർക്കിടെക്ട് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? This is ഹംപി. ഇതൊക്കെ വന്ന് കാണാനാണ്, അവിടെ കണ്ട് അനുഭവിക്കുന്നതാണ്. ഡിസ്ട്രോയിഡ് ടെമ്പിൾസ്. മണ്ഡപമാണല്ലോ. ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അതാണ് ആകെയുള്ള പ്രശ്നം. ഓക്കെ, ടെമ്പിൾ ഒരു ഹോണ്ടഡ് പ്ലേസ്. ഹോണ്ടഡ് പ്ലേസ്. ഓക്കെ, അത് ശ്രീകോവിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഫൈൻ. ഹംപിയിൽ വന്ന് എന്തുണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ഒരു തോന്നിയും ഇവിടെ ഗൈഡ് കിട്ടും കേട്ടോ, 400 രൂപ. ഞാൻ വെക്കില്ല, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അവിടെ ഒരു QR കോഡ് ഉണ്ട് കേട്ടോ, അത് സ്കാൻ ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഏതോ കൃഷ്ണ ടെമ്പിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള കൃഷ്ണ ടെമ്പിൾ ആണ്, ലോക്ക്ഡ് ആണ് കേട്ടോ. ഇതാണ് ഓൾഡ് ശിവ ടെമ്പിൾ കേട്ടോ. ഈ കൽപ്പണിയൊക്കെ കണ്ടോ? ഇതാണ് ഓൾഡ് ശിവ ടെമ്പിൾ കേട്ടോ. ടൈമാ 1 സെക്കൻഡ്. ಊಟ ಆಯ್ತಾ? ಓಕೆ.
എല്ലാം ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ടെമ്പിൾസിന്റെ ഓരോ അവശിഷ്ടങ്ങളാണ് കേട്ടോ. വിരുപക്ഷ ടെമ്പിൾ നമ്മൾ പോകുന്നുണ്ട്, അത് എല്ലായിടും ഉണ്ട്. ആക്ച്വലി ഓക്കെ, ഇത് ഡിസ്ട്രോയ് ഒക്കെ ചെയ്യപ്പെട്ടു, പക്ഷെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, പക്ഷെ വെൽ മെയിൻറ്റൈൻഡ് അല്ല കേട്ടോ. അതെന്താണ്, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ, വെൽ മെയിൻറ്റൈൻഡ് അല്ല, അതെന്താണെന്നാണ് അറിയാത്തത്. ഗൈസ്, ഹംപിയിൽ കുറേ ഉണ്ട് കാണാൻ, ചരിത്രമുണ്ട്. ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ജൈൻ ടെമ്പിൾ ആണ് കേട്ടോ, ഗണിനിധി ജൈൻ ടെമ്പിൾ. Nice. കൽവെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ജൈൻ ടെമ്പിൾ ആണിത്. കളറൊക്കെ കണ്ടോ? ഓക്കേ, അകത്ത് പോയാൽ നല്ല പേടിയുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. ഹംപി ഇത്രയും ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ് കേട്ടോ. ഗൈസ്, നല്ല അടിപൊളി സാമ്പാറാണ്, ഫുഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ്. ഇതാണ് കേട്ടോ ശ്രീകൃഷ്ണ ടെമ്പിളിന്റെ എൻട്രൻസ് ആണ്. അവിടെയാണ് എൻട്രൻസ്. ഇത് സൈഡിലൂടെ കയറുന്നു. ഈ കൽവെട്ടുകളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ഓക്കെ, അതാണ് എൻട്രൻസ് കേട്ടോ. പുതിയ ഡോർ വെച്ചിട്ടുണ്ട്, ലോക്കാണ്. ഓക്കേ, ഇനി എന്താ ഇവിടെ ഉള്ളത് നോക്കട്ടെ. എത്ര വർഷം പഴക്കമുള്ളതാണെന്നറിയോ? ഇതാണ് കൃഷ്ണ ബസാർ കേട്ടോ. ഇവിടെയാണ് പണ്ട് ചന്ത നടന്നിരുന്നത്, ചന്ത.
ഇതാണ് ഹേമകുണ്ട ഹിൽ സ്റ്റോപ്പ് കേട്ടോ, ഫേമസ് ഫോർ സൺസെറ്റ്. അതാണ് വിരുപക്ഷ ടെമ്പിൾ. നല്ല മുകളിൽ ഒരു ചെറിയ തടാകം, അതിനോട് ചേർന്നിട്ടുള്ളൊരു അമ്പലമാണ്. അമ്പലം പൂജകളൊക്കെ നടക്കുമെന്ന് തോന്നുന്നു, ഇതിനകത്തില്ല കേട്ടോ. മലകളെ കൊത്തിവെച്ച സ്ഥലം അല്ലെ നാട് എന്ന് വേണമെങ്കിൽ ഹംപിയെ വിശേഷിപ്പിക്കുക കേട്ടോ. ഗൈസ്, അതാണ് വിരുപക്ഷ ടെമ്പിൾ കേട്ടോ, ഇവിടുത്തെ ഫേമസ് ടെമ്പിളാണ്. എല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ടെമ്പിളാണ് കേട്ടോ അത്. ഇതൊക്കെ കണ്ടോ, എന്തുവാ ഇത്, ഒരു കല്ലിന് മുട്ട് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ആക്ച്വലി ഇത്രയും വലിയ പാറ ഈ ഒരു ചെറിയ കല്ലിന്റെ ഇതിലാണോ നിൽക്കുന്നത്? വിരുപക്ഷ ടെമ്പിളിനകത്ത് കാലത്ത് 6 മണി മുതൽ ഓപ്പൺ ആവും, പിന്നെ ഒരു 12 മണിക്ക് അടയ്ക്കും കേട്ടോ, പിന്നെ അത് കഴിഞ്ഞ് 3 മണിക്കേ തുറക്കത്തുള്ളൂ. സോ ഇങ്ങോട്ട് വരുന്നവർ മാത്രം ഈ സമയം അഡ്ജസ്റ്റ് ചെയ്ത് വരിക കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം 3 മണി ആവാറായി, സോ തുറന്നിട്ടുണ്ടാവും. സോ ആ ഒരു ടൈമിൽ വരുമ്പോൾ നോക്കട്ടോ. വേറെ എല്ലാം 6 മണി ടു 6 വരെ ഓപ്പൺ ആണ്. ചിലതിൽ ടിക്കറ്റ് ഒരു 35 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും കേട്ടോ, അതുകൂടെ ശ്രദ്ധിക്കുക. ഇതാണപ്പോൾ ഹേമകുണ്ട ഗേറ്റ് വേ കേട്ടോ, അതായത് വിരുപക്ഷ ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഓ എൻ്റെ മോനെ, അതിലാ കൊത്തുപണികൾ കണ്ടോ ഗൈസ്. എന്തല്ലേ, ആക്ച്വലി ഇതാണ് ഗൈസ് എൻട്രൻസ് കേട്ടോ, എനിക്ക് തെറ്റ് പറ്റിയതാണ് മോളിൽ നിന്ന് കണ്ടപ്പോൾ. ഇത് എൻട്രൻസ് ആണ്, ലൈക്ക് ഇതിൻ്റെ ഉള്ളിലാണ് അമ്പലം കേട്ടോ, അമ്പലത്തിലോട്ട് പോവാണ്. ഓക്കെ, ഇവിടെയുണ്ട് സ്പെഷ്യൽ 25 രൂപ കൊടുത്താൽ സ്പെഷ്യൽ ദർശനം കിട്ടും. അതെങ്ങനെയാണ് ദൈവം സ്പെഷ്യലായിട്ട് ദർശനം തരുന്നതെന്ന് അറിയില്ല. മോനെ, ആക്ച്വലി ടെമ്പിൾ ആണ് കേട്ടോ, പക്ഷെ ഇവിടെ വരുന്ന ഓരോ കാഴ്ചകളും ഇല്ലേ അമ്പരിപ്പിക്കുന്നതാണ് കേട്ടോ, സീരിയസ്ലി. അത് പീസ്ഫുൾ ആണ്. അമ്പലം ക്ലോസ് ആണ് കേട്ടോ. അമ്പലത്തിൽ കയറുന്നത് പീസ്ഫുൾ ആവാനല്ലേ, ആക്ച്വലി ഇവിടെ വന്ന പീസ്ഫുൾ ആവും കേട്ടോ, അത്ര പീസ്ഫുൾ ആയ ഒരു സ്ഥലമാണ്. മനസ്സിനൊക്കെ ഒരു ശിവലിംഗങ്ങളാണ്, ശിവപ്രതിഷ്ഠയാണ് കേട്ടോ അവിടെ ഉള്ളത്.
ഗായ്സ് ഇത് നന്ദിയാണെന്ന് തോന്നുന്നുണ്ടോ. നന്ദി വലുതാണ് കേട്ടോ, ഹ്യൂജാണ്. ഓക്കെ, ഞാൻ സൺസെറ്റ് കാണാന്ന് പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. ആ മലയുടെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട്, പക്ഷെ സൺസെറ്റിന്റെ അവസ്ഥ ഇതാണ്, വെരി ബാഡ് വെതർ. ഓക്കെ, നമുക്ക് ആ മലയുടെ മുകളിൽ കയറാം കേട്ടോ. ലെറ്റ്സ് ഗോ. ആക്ച്വലി നമുക്ക് ആ കാണുന്ന ടെമ്പിളിലാണ് പോകുന്നത്, പക്ഷെ ഇതല്ല, അപ്പുറത്ത് കൂടെ ആണ് കേട്ടോ. നമുക്ക് ഇതിനെ താഴെ ഇറങ്ങിയിട്ട് വേഗം അതിലോട്ട് കയറാം. എന്തായാലും സൺസെറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ക്ലൗഡിയാണ്. ഓക്കെ, മഴയും വന്നിട്ടുണ്ട്, എന്നാലും ശ്രമിക്കാം, ചിലപ്പോൾ സണ്ണ് വന്നാലോ അല്ലേ. ഓക്കെ, വേഗം അങ്ങോട്ട് ചെല്ലാട്. ആ മല മുകളിൽ കയറണം, ഇതാണ് എൻട്രൻസ്. ഓക്കെ ഗൈസ്, പേടിച്ച സ്വപ്നം. സ്റ്റെയർസ്, മൈ ഗോഡ്. അയ്യോ, സ്റ്റാർട്ടിങ് തന്നെ മതിയായിട്ടാ. ഇതവിടെ ഓക്കെ, അവിടേക്കാണ് ക്ലൈംബ് ചെയ്യണ്ട കേട്ടോ. അമ്മേ, ഇതിനകത്ത് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല. ഇത് അഡ്വഞ്ചർ അല്ല, അതിന്റെ അപ്പുറം തന്നെയാണ്. ഇതെന്താ സാധനം എന്ന് പറഞ്ഞുതരോ? ഓക്കെ, ലിറ്ററലി ഞാൻ ടയർഡായിട്ടാ, പകുതി പോലും ആയിട്ടില്ല. ഇനി ഓ ഷിറ്റ്, വന്നു. നമുക്ക് എങ്ങനെയാ പെട്ടെന്ന് മുകളിലെത്താൻ നോക്കട്ടെ. ഗായ്സ്, ഇത് ശബരിമലയിലെ 18ാം പടിയേക്കാളും ഇഷ്ടമാണ്. Oh my God. ശമ്പളങ്ങനെയിൽ കയറണം. ഇതുണ്ടോ, ലൈക്ക് ഇത് ഇങ്ങനെയല്ല കേട്ടോ, ക്യാമറ കാണുന്നുണ്ടോ അറിയില്ല, ഇതിങ്ങനെയാണ്. ഓക്കെ, കയറണോ? നൈസ്, വേഗം അങ്ങനെയല്ല തട്ടോ. ഓ വലുതാണ് കേട്ടോ, ഏകദേശം ഒരു ഹാഫ് വേ എത്തിയിട്ടുണ്ട്. അതാണ് തോന്നുന്നത്, ഹാഫ് വേ കേട്ടോ. അമ്മേ, ഓക്കെ, കയറാണ്ട് കയറി നോക്കാം. Guys, see this. This is Hampi. Full rocks ആണ് കേട്ടോ. നമ്മൾ ഇനി എത്തിയില്ല, വേട്ട് സ്റ്റോപ്പ്. ഓക്കെ, നമ്മളങ്ങനെ ടോപ്പ് ഓഫ് ദ ഹില്ല് എത്തിയിരിക്കേണ്ട. ആ സൺറൈസ് ഉണ്ടോ? ലിറ്ററലി ഇവിടെ നിന്ന് നമുക്ക് ഫുള്ള് ഹംപി കാണാം കേട്ടോ. ഓക്കെ, guys, അയ്യോ ഇതാണ് മാതങ്ക ടെമ്പിൾ, ഹിൽ ടെമ്പിൾ.
പ്രതിഷ്ഠയൊന്നുമില്ല. ലൈക്ക് സ്മാരകമാണ്. What's the coach name? Veerabhadra. 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 Okay. Shankar Bhagavatkar Rudravati. So Okay. that's why it went up. Okay. Fine. ഗൈസ് ലിറ്ററലി നമുക്ക് ഇവിടുന്ന് ഫുൾ ഹംപി കാണാം. ഇതാണ് അമ്പലം. കണ്ട ഈ വ്യൂ ഒന്ന് കാണാം. ഓ ലിറ്ററലി